വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ നമ്മുടെ ഇമ്മ്യൂണിറ്റി വീഡിയോ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് ചെയ്തപ്പോൾ ചില ആൾക്കാർ ഇമ്മ്യൂണിറ്റി കൂടിയൊന്ന് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. സോ ഇതൊരു ബിഗ് ടോപ്പിക് ആണ്. ആൻഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രോസസ് ഒക്കെ പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒക്കെയാണ്. സോ നമുക്ക് ഇതൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആൻഡ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയാം. സോ ഇമ്മ്യൂണിറ്റി എന്ന വാക്കൊരു ജനറൽ വേഗ് ടേമാണ്, ഒരു ലൂസ് ടേം ആണ്. മനുഷ്യന് മാത്രമല്ല, മൾട്ടി സെല്ലാർ ആയിട്ടുള്ള എല്ലാ ഓർഗാനിസത്തിനും ഇമ്മ്യൂണിറ്റി. നമുക്കപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ഹോസ്റ്റ് എന്ന് പറയാം. സോ എല്ലാ ഹോസ്റ്റുകൾക്കും ഇമ്മ്യൂണിറ്റി ഉണ്ട്. ശരീരത്തിന്റെ ഒട്ടനവധി ഓർഗൻ സിസ്റ്റംസ് ചേർന്നതാണെങ്കിലും ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് ലിംഫോയ്ഡ് ഓർഗൻസും ബ്ലഡും ആണ്. സോ ലിംഫാറ്റിക് ഓർഗൻസ് ഓർ ലിംഫോയ്ഡ് ഓർഗൻസ് ഉണ്ട് ബ്ലഡ്. ഇതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള രണ്ട് പ്രധാനപ്പെട്ട സിസ്റ്റംസ്. സോ എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ അത് ഒരു ഹോസ്റ്റിന്റെ കഴിവാണ്, ശരീരത്തിന്റെ കഴിവാണ്. എബിലിറ്റി ഓഫ് അവർ ബോഡി, എബിലിറ്റി ഓഫ് അവർ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ കഴിവിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി. ടു പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവാണ്, ടു പ്രൊട്ടക്ട്. സോ ശരീരം സംരക്ഷിക്കാനുള്ള കഴിവാണ്. അപ്പൊ നമ്മൾ ആരിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ വേണ്ടത്, എന്തിനെതിരെയാണ് പ്രൊട്ടക്ഷൻ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് എഗെയിൻസ്റ്റ് ഓൾ ഇൻവേഡിങ്, ഫോറിൻ ആയിട്ടുള്ള, ശരീരത്തിന് പുറത്തുള്ള ഫോറിൻ ഇൻവേഡിങ് ആയിട്ടുള്ള, നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്ന ഓർഗാനിസംസ് ആകാം, സബ്സ്റ്റൻസസ് ആകാം. സോ ഞാനിവിടെ സബ്സ്റ്റൻസസ് എന്നാണ് എഴുതുന്നത്. സബ്സ്റ്റൻസസ് ക്യാൻ ബി മൈക്രോബിയൽ ഓർഗാനിസംസ് ആകാം, ഫംഗൈ ആകാം, ബാക്ടീരിയ ആകാം, വൈറസ് ആകാം, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സ്, ടോക്സിൻസ് ആകാം, ടോക്സിൻസ് അവരുടെ പ്രൊഡക്റ്റ് ആയിരിക്കാം. അപ്പൊ അതെന്ത് ചെയ്യും? വിച്ച് ആർ ലൈക്ലി ടു എൻറ്റർ ഇൻ ടു അവർ ബോഡി, വിച്ച് ആർ ലൈക്ലി, സാധ്യതയുണ്ട് അവർ അകത്തേക്ക് കയറാൻ, ലൈക്ലി ടു എൻറ്റർ ഇൻ ടു അവർ ബോഡി. എന്നിട്ട് എന്ത് ചെയ്യും? അവർക്ക് നമ്മുടെ ശരീരത്തിന് ഹാം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയുള്ളതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന കഴിവിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. സോ ശരീരത്തിന് ഹാം ഉണ്ടാക്കുന്ന മുറിവുകൾ ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. സോ ഇമ്മ്യൂണിറ്റി അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് രോഗപ്രതിരോധ ശേഷി എന്ന് പറയാം. സോ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഇമ്മ്യൂൺ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. സോ ഇമ്മ്യൂണിറ്റിയെ നമുക്ക് രണ്ടാക്കും. ഇതൊരു ബ്രോഡർ ക്ലാസിഫിക്കേഷൻ ആണ്. വൺ ഈസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. രണ്ടാമത്തത് അക്വേർഡ് ആകാം, അക്വേർഡ്, ഓർ അതിന് വേറൊരു പേര് നമ്മൾ പറയാം അഡാപ്റ്റീവ് എന്നാണ്. അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്കത് മോഡിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഇന്നേറ്റ് ഓർ സോ നമ്മൾ പിന്നീട് ഇമ്മ്യൂൺ റെസ്പോൺസസിന്റെ ആ പ്രോസസ് പറയും. അവിടെയും നമ്മൾ ഇത് തന്നെയാണ്, നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസും അക്വേർഡ് അതിന്റെ പ്രോസസ് ആയിരിക്കും പറയാം. സോ ഹെഡിങ് രണ്ടും സെയിം ആണ്, പക്ഷെ ഇവിടെ നമ്മൾ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് നമ്മൾ ഇവിടെ പറയാം. ഹെഡിങ് അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. സോ നമുക്ക് ആദ്യം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. സോ ദിസ് ഈസ് എ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം നമുക്കതിനെ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ, നമുക്ക് ജന്മനാ ഉള്ളതാണ് സംഭവം. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റിയാണ്, ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. സോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ദിസ് പ്രോസസ്, ഈ ഇമ്മ്യൂൺ പ്രോസസ് എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ആണ് എന്നുള്ളതാണ്. എല്ലാത്തിനോടും ശരീരം ഒരേ രീതിയിലാണ് പ്രതികരിക്കുക. സോ ഇപ്പൊ ബാക്ടീരിയ ആണെന്ന് കരുതുക, ബാക്ടീരിയ വന്നാലും ശരീരത്തിൽ ഒരു മുറിവ് വന്നാലും ക്ഷതം വന്നാലും എന്തായാലും ഒരു ജനറൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാകുക. ജനറൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അതിനൊരു സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഉണ്ട്, അത് അതേപോലെ അങ്ങ് നടക്കുകയായിരിക്കും ചെയ്യും. സോ ഇത് നമുക്ക് പ്രോസസ് നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. ആൻഡ് ഇതിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകുന്നവരുമായിട്ട് നേരിട്ട് മുൻപരിചയം വേണ്ട. നോ പ്രയർ കോണ്ടാക്ട് ഈസ് റിക്വയർഡ് ഇൻ ഇന്നേറ്റ് ഇമ്മ്യൂൺ. എന്തൊന്നാലും ഒരേപോലെ ശരീരം നേരിടുന്ന പരിപാടിയാണ്. ആൻഡ് ഇത് നോൺ സ്പെസിഫിക് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പക്ഷേ ചില കേസുകളിൽ ഇത് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ മനുഷ്യനിലുള്ള അല്ലല്ലോ മൃഗങ്ങളിലുണ്ടാവുക, അവർക്ക് ഇമ്മ്യൂൺ വ്യത്യാസം. അപ്പോൾ സ്പീഷീസ് വ്യത്യാസത്തിൽ ഇമ്മ്യൂണിറ്റി വ്യത്യാസം വരാം. സോ വൺ ഈസ് സ്പീഷീസ്, മനുഷ്യരിലുള്ള റെസ്പോൺസ് അല്ല, മറ്റു സ്പീഷീസിൽ ഓരോന്നിലും വ്യത്യസ്തമായിട്ടുണ്ടാവും. ഇപ്പോൾ പക്ഷിപ്പനി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനിലല്ല, അത് കിളികളിലാണ്, പക്ഷികളിലാണ് സാധാരണ പിടിക്കുക. അപ്പോൾ പക്ഷിപ്പനി, ബേർഡ് ഫ്ലൂ നമുക്ക് എഴുതാം, ബേർഡ് ഫ്ലൂ. ഫോർ എക്സാമ്പിൾ പ്ലേഗ് മനുഷ്യരിൽ പിടിക്കും, പക്ഷെ കുറുക്കന്മാരിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ അത് ഉണ്ടാവണമെന്നില്ല. ബേർഡ്സിൽ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം ബേർഡ്സിന് ഇല്ല എന്നാണ് പറയുന്നത്. ടൈഫോയിഡ് മനുഷ്യന് പ്രശ്നമാണ്, ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം മനുഷ്യന് വൻ പ്രശ്നം ഉണ്ടാക്കും, പക്ഷേ മൗസ്, എലികളിൽ ഇതൊരു വലിയ വിഷയമേ അല്ല. സോ ഇതാണ് സ്പീഷീസിലുള്ള വ്യത്യാസം എന്ന് പറയാം. രണ്ടാമത്തത്, ഒരേ സ്പീഷീസിൽ തന്നെ വിവിധ റേസസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ മനുഷ്യൻ തന്നെ പലവിധ റേസസ് ഉണ്ടല്ലോ, കോക്കേഷ്യൻ ഉണ്ട്, നൈഗ്രോ ഉണ്ട്, അല്ലെങ്കിൽ ആഫ്രിക്കൻ ഉണ്ട്, ചൈനീസ്, അങ്ങനെയുള്ള വംശജരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള പല ആൾക്കാരിലും ഇത് വ്യത്യസ്തമായിരിക്കാം. സോ യൂറോപ്യൻസിന് TB അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനം. ഇനിയും വരുന്നത് റേസസും കഴിഞ്ഞ് മൂന്നാമത്തെ കാര്യങ്ങൾ, ഓരോ ഇൻഡിവിജ്വലിനും വ്യത്യാസം ഉണ്ടാകും, ഇൻഡിവിജ്വൽ ബേസിസിലും വ്യത്യാസം ഉണ്ടാകും, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകും. അത് നമ്മൾ പറയുന്നത് ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ അവർക്ക് ഏകദേശം ഒരേപോലെയാണ്. ഐഡന്റിക്കൽ അല്ലെങ്കിൽ അവർക്ക് പല അസുഖങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പിടിക്കാം. ഓക്കെ, അപ്പോൾ ഐഡന്റിക്കൽ ട്വിൻസിലെ ചില രോഗങ്ങൾ പിടിക്കാനും
അടിക്കാതിരിക്കാനുമുള്ള ചാൻസ് ഏകദേശം ഒരേപോലെയാണ്. ദെൻ ഇൻഡിവിജ്വൽ വേരിയേഷൻ അത് പറയുമ്പോൾ നമ്മൾ മലേറിയ ചിലതരം ബ്ലഡ് പ്രോട്ടീൻസ് ഉള്ള ആൾക്കാരിൽ ഇപ്പൊ നമ്മൾ ഡെഫി നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മലേറിയയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരിൽ ചിലതരം മലേറിയൊക്കെ വരുന്നില്ല. സോ മറ്റ് കാരണങ്ങളൊക്കെ നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പ്രത്യേകം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പറയാം. പിന്നെ നമുക്ക് അക്വേർഡ് ഓർ അഡാപ്റ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ക്ലാസിക് എക്സാമ്പിൾ നമുക്ക് കോവിഡ് എടുക്കാം. കോവിഡ് കാലത്ത് നമുക്ക് ആദ്യം ഒരു കോവിഡ് അങ്ങ് വരികയാണ്, ആർക്കും ഇമ്മ്യൂണിറ്റി ഇല്ല, പല ആൾക്കാർക്കും പിടിച്ചു, പല ആൾക്കാർക്ക് അതിനോട് പ്രതിരോധ ശേഷി നേടി. രണ്ടാമത് തന്നെ കോവിഡിന്റെ നമ്മൾ പിന്നീട് ഓരോരോ വകഭേദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഇമ്മ്യൂണിറ്റി ഉണ്ടോ? ഇല്ല. പിന്നീട് നമ്മൾ അതിനോട് നേടുകയാണ്. സോ അപ്പൊ നമ്മൾ പതിയെ ആർജിക്കുകയാണ്. സോ അതാണ് ആർജിതം ഓർ ആർജിക്കുക എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ആർജിക്കുകയാണ്, അതിനാണ് നമ്മൾ അക്വേർഡ് ഓർ അഡാപ്റ്റ് ചെയ്ത് അതിനോട് നമ്മൾ മല്ലിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. സോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദിസ് ഈസ് ഹൈലി സ്പെസിഫിക് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ കോവിഡ് 1 വേറെ, കോവിഡ് 1.1 വേറെ. അപ്പോൾ സ്പെസിഫിക് ആണ്, അതിനോട് മാത്രമേ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുള്ളൂ. രണ്ടാമത്തത് വിവിധ തരം ഓർഗാനിസം, ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസത്തോട് നമുക്ക് ഇങ്ങനെ ഇമ്മ്യൂണിറ്റി നേടാം എന്നുള്ളതാണ്. അപ്പോൾ വൈറസിനോട് നേടാം, ബാക്ടീരിയയോട് നേടാം, ഫംഗൈ, അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്പുകളോട് നമുക്ക് ഇങ്ങനെ ഇമ്മ്യൂണിറ്റി നേടാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് സെൽഫ്, നമ്മുടേതും അല്ലെങ്കിൽ നോൺ സെൽഫ്, നമ്മുടേതല്ലാത്തത് തിരിച്ചറിയാനായിട്ടുള്ള, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള, തിരിച്ചറിയാന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത, ഒരിക്കൽ നേടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഓർത്തു വെച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം അത് വന്നാൽ കുറെ നാളത്തേക്കെങ്കിലും നമുക്ക് അതിനോട് ഇമ്മ്യൂണിറ്റി കിട്ടും. സോ മെമ്മറി ഉണ്ട് ശരീരത്തിന്. ഒരിക്കൽ ഇത് നമ്മളെ ആക്രമിച്ചതാണല്ലോ, അപ്പൊ നമുക്ക് മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് അതിനെതിരെ പ്രോസസ് ചെയ്യാൻ പറ്റും. ഈ അക്യൂർഡ് ഇമ്മ്യൂണിറ്റി നേടാനായിട്ട് നമുക്ക് 2 വഴികളുണ്ട്. അപ്പൊ നമുക്ക് കാശുകാരനാവണമെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് കാശുകാരനാകാം, മിടുക്കനാകാം. അതാണ് ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം വേണമെങ്കിൽ അപ്രതീക്ഷിതമായി ലോട്ടറി അടിച്ച് നമുക്ക് കാശുകാരനാകാം, അല്ലെ? അപ്പൊ ആദ്യത്തേത് ആക്റ്റീവ് ആണ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടുന്നതാണ്. ശരീരം നേരിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നതാണ്, പതിയെ ഉണ്ടാകൂ. സോ സ്ലോ ടു ഡെവലപ്പ്. അത് ഉണ്ടായി വരാൻ ഇച്ചിരി സമയമെടുക്കും, പക്ഷെ അത് ലോങ് ലാസ്റ്റിംഗ് ആണ്, ദീർഘനാൾ നിൽക്കുകയും ചെയ്യും. നേരിട്ട് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ നമുക്കതിനെ ആന്റിജൻ എന്ന് വിളിക്കാം, ആന്റിജനുമായിട്ടോ അല്ലെങ്കിൽ ആന്റിജനായിട്ടുള്ള അതിന്റെ ടോക്സോയിഡിനോടോ നമ്മുടെ ശരീരം നേരിട്ട് ഏറ്റുമുട്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. രണ്ടാമത്തത് നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ എന്ന് പറഞ്ഞു, നമ്മൾ ഉണ്ടാക്കുന്നില്ല. വി ആർ നോട്ട് മേക്കിംഗ് ആന്റിബോഡി. സോ വി ആർ മേക്കിംഗ് ആന്റിബോഡി ഇവിടെ ഉണ്ടാക്കുകയാണ്. ഇവിടെ ആന്റിബോഡി ഉണ്ടാക്കുകയല്ല, നേരത്തെ മറ്റാരെങ്കിലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഇതിനെതിരെ ഉണ്ടാക്കിയ ആ ആന്റിബോഡി നമ്മൾ എടുത്ത് ഉപയോഗിക്കാം. സോ ആന്റിജൻ വെച്ചിട്ട് നമ്മൾ ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ, ഹോസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, വേറെ ആരെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയതായിരിക്കാം. സോ ഈ ആന്റിബോഡി എടുത്ത് നമ്മൾ നേരിട്ട് ആന്റിബോഡി അങ്ങ് കൊടുക്കുക. സോ ആക്റ്റീവ് ആയാലും പാസീവ് ആയാലും, സോ അതിനെ നമ്മൾ പാസീവ് എന്നാണ് പറയാം. പാസീവ്, നമ്മുടെ ശരീരം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കാത്തതിനെ പാസീവ് എന്ന് വിളിക്കും. സോ ആക്റ്റീവ് ആയാലും പാസീവ് ആയാലും ഇതിനെ നമുക്ക് രണ്ടാക്കാം, ഇതിനെയും നമുക്ക് രണ്ടാക്കാം. ഒന്ന് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാം, ഒന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാം. ഇവിടെയും നാച്ചുറൽ ഉണ്ട്, ഇവിടെയും ആർട്ടിഫിഷ്യൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയാം. സോ ഇത് മൈക്രോ ഓർഗാനിസത്തോടോ അല്ലെങ്കിൽ അവയുടെ ടോക്സിൻ എന്ന് വെച്ചാൽ അവ ഉണ്ടാക്കുന്ന വിഷപദാർത്ഥത്തോടോ നേരിട്ട് നമ്മുടെ ശരീരം നേരിട്ട് ഏറ്റുമുട്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ അപ്പോൾ ഇത് പ്രത്യേകത ഹോസ്റ്റ് ബൈ ഇറ്റ് സെൽഫ് ആണ്, സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ് ഇമ്മ്യൂണിറ്റി. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഡെവലപ്ഡ് ബൈ എഴുതിയേക്കാം, ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഹോസ്റ്റ് ഇറ്റ് സെൽഫ്. അതാണ് അതിന്റെ പ്രധാനം. സോ ഉണ്ടാവാൻ ഇത്തിരി സമയമെടുക്കും എന്നുള്ളത് നാം പറഞ്ഞു. ആൻഡ് നഷ്ടപ്പെടുന്നത് പതുക്കെയാണ്. സോ ഡെവലപ്ഡ് ആൻഡ് രണ്ടും, ഡെവലപ്ഡ് സ്ലോലി ആൻഡ് ലോസ്, അതും പതിയെ മാത്രമേ നഷ്ടപ്പെടൂ എന്ന് നമ്മൾ പറഞ്ഞു. സോ ആക്റ്റീവിൽ തന്നെ 2 തരമുണ്ട് നമുക്ക് പറഞ്ഞു. ആക്റ്റീവിനെ നമുക്ക് നാച്ചുറൽ എന്ന് വിളിക്കാം ഒരെണ്ണം, രണ്ടാമത്തത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആണ്. അപ്പൊ നമുക്ക് ആദ്യം നാച്ചുറലിനെ പറ്റി പറയാം. അപ്പൊ ഇതിന്റെ പേര് നാച്ചുറലി അക്വേർഡ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാ. നാച്ചുറലി അക്വേർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഇതിന് നമുക്ക് രോഗാണുവുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടണം. അപ്പോൾ ഒറിജിനൽ രോഗം തന്നെ വരണം, അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ ഓക്കെയാണ്. സോ അപ്പോൾ നമുക്കതിന് ഒറിജിനൽ രോഗം വിത്ത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസോ ക്ലിനിക്കൽ ഇൻഫെക്ഷനോ ഉണ്ടാകണം മനുഷ്യൻ. അത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഒരു രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ രോഗത്തിൽ നിന്ന് നമുക്ക് അതിനെതിരായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. ആൻഡ് ഇതിന് ലോങ് ടേം ആയിട്ടുള്ള ഫലം ഉണ്ടാവും. ഇപ്പോൾ സ്മോൾ പോക്സ് ഒരിക്കൽ വന്നാൽ പിന്നീട് ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ഡിഫ്തീരിയ, അതും നമുക്ക് ലോങ് ടേം ഉള്ളതാണ്. ഇനി ഷോർട്ട് ടേം ഉള്ളതുകൊണ്ട്, ഷോർട്ട് ടേം എക്സാമ്പിൾ ഇൻഫ്ലുവൻസ, നമുക്കുള്ള ജലദോഷം, അതിനെതിരെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും
അടുത്ത വരുന്ന ആള് വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് നമുക്ക് ഒറിജിനൽ ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലാതെ തന്നെ സബ് ക്ലിനിക്കൽ നമുക്ക് അസുഖം പിടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നുമില്ല, ഓക്കെ, അങ്ങനെയും നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാം. സോ ക്ലിനിക്കൽ ഇൻഫെക്ഷൻ വരുമ്പോഴും സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ഉള്ളപ്പോഴും നമുക്ക് കിട്ടാം. അപ്പോൾ ഉദാഹരണത്തിന് സ്ലം ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരിലൊക്കെ ആണെങ്കിൽ ഒരുപാട് രോഗങ്ങൾക്കെതിരെ ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് ബിക്കോസ് അവർക്ക് സബ് ക്ലിനിക്കൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഇൻഫെക്ഷൻ ആണ് അവർക്കുള്ളത്. രോഗം പുറത്ത് കാണുന്നില്ല, പക്ഷെ അവർക്ക് സാധനം അവരുടെ ശരീരത്തിൽ വന്നിട്ടുണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിലെ രണ്ടാമത്തത് എന്ന് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആർട്ടിഫിഷ്യലി അക്വേർഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, ഇതും ഒരു ചെറിയൊരു ലോട്ടറിയാണ്. പക്ഷെ ശരീരം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മെനക്കെട്ടിരുന്ന് തന്നെ ശരീരം രോഗാണുവിനെതിരെ സ്വയം ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കണം, സെൽഫായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ്. സോ ഇവിടെ ആക്ച്വലി രോഗം പിടിക്കുകയല്ല, നമുക്ക് രോഗമില്ല. ഇപ്പോൾ ഒരാൾക്ക് രോഗമില്ല, അവർക്ക് നമ്മൾ തന്നെ ഇത്തിരി രോഗമാണോ അല്ലെങ്കിൽ ചെറിയൊരു രോഗമാണ്, നമ്മൾ തന്നെ മൈൽഡ് വേർഷൻസ് അങ്ങ് കൊടുക്കുകയാണ്. മൈൽഡ് വേർഷൻസ് ഓഫ് ഡിസീസ് നമ്മൾ കൊടുക്കുക. അപ്പൊ അതാണ് നമ്മൾ വാക്സിൻസ് വഴി നമ്മൾ ചെയ്യുക. സോ ആർട്ടിഫിഷ്യലി അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഈസ് ത്രൂ വാക്സിൻസ് ആണ്. സോ 2 തരം വാക്സിൻ നമ്മൾ കൊടുക്കും. ഒന്ന് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ബാക്ടീരിയ ആണെങ്കിൽ അതിന്റെ ടോക്സോയിഡ് എടുത്ത് നമുക്ക് കൊടുക്കാം. ടോക്സോയിഡ് അല്ലെ, ബാക്ടീരിയയുടെ എൻഡോടോക്സിൻ, ബാക്ടീരിയ ഉണ്ടാക്കുന്ന ആ ടോക്സിൻ എടുക്കുന്നു. നമ്മൾ അതിന് ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി അവന്റെ ആ ടഫ്നെസ് ഒക്കെ കുറച്ച് ടഫ് അല്ലാത്ത മൈൽഡ് ആയിട്ടുള്ള അവനെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് അങ്ങോട്ട് കയറ്റി വിടും. അപ്പൊ ശരീരം ഇത് ഒറിജിനൽ സംഭവമാണെന്ന് വിചാരിച്ച് അതിനെതിരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും. സോ അപ്പോൾ ഇനി ഒറിജിനൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി എവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, സോ ഒറിജിനൽ വന്നാലും ഫലിക്കുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ കൊടുക്കുന്ന ടോക്സോയിഡിനൊക്കെ കൊടുക്കുന്നതാണ്. സോ ടോക്സിസിറ്റി കുറച്ച് വളരെ സേഫ് ആക്കിയ ടോക്സോയിഡ് ആണ്. സോ വി റെഡ്യൂസ് ദ ടോക്സിറ്റി ആൻഡ് വി ഗിവ് എസ് ടോക്സോയിഡ്സ്. അത് വെച്ചുണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെറ്റാനസ് ടോക്സോയിഡ് ആണ്. നമ്മൾ സാധാരണ എടുക്കുന്ന TT ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംഭവമാണ്. ഡിഫ്തീരിയയുടെ ടോക്സോയിഡ് ഉണ്ട്, ഡിഫ്തീരിയ ടോക്സോയിഡ്, ഇനിയൊക്കെ ഉണ്ട് വേറെ. സോ 2 എക്സാമ്പിൾ നമുക്ക് പറയാം. ഇനി ആർട്ടിഫിഷ്യലിലെ നമ്മുടെ രണ്ടാമത്തെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുക ഇവിടെ ടോക്സോയിഡ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ടോക്സോയിഡ് അല്ല, അതിന് പകരം നമ്മൾ ഒറിജിനൽ മൈക്രോ ഓർഗാനിസം, ഈ മൈക്രോ ഓർഗാനിസം തന്നെ നേരിട്ട് നമ്മൾ കൊടുക്കുക. സോ നമ്മൾ നേരിട്ട് മൈക്രോ ഓർഗാനിസത്തിന്റെ ഒറിജിനൽ പതിപ്പല്ല കൊടുക്കുക, നമ്മൾ 2 രീതിയിൽ കൊടുക്കും. ഒന്ന് നമ്മൾ അതിനെ ഒന്ന് കൊല്ലും, ഒന്ന് തല്ലിക്കൊന്ന് അതിന്റെ മൈക്രോ ഓർഗാനിസത്തിന്റെ ആ ഇൻഫെക്ടിവിറ്റി ഒക്കെ ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും, ചത്തവനാണ്. സോ ചത്തതാലും ഫോറിനാണ്, അവന്റെ ശരീരത്തിന്റെ പ്രത്യേകതകൾ ഉണ്ടാവും. സോ അതിന്റെ ഇമ്മ്യൂണിറ്റി അവൻ ഉണ്ടാക്കിയെടുക്കും. രണ്ടാമത്തത് അല്ലെങ്കിൽ നമ്മൾ അവനെ കൊല്ലുന്നില്ല, നമ്മൾ അവനെ ഒന്ന് മെരിക്കുകയാണ്. അവന്റെ ഇൻഫെക്ടിവിറ്റി നമ്മളൊന്ന് കുറയ്ക്കും. അതിന് നമ്മൾ വിളിക്കുക അറ്റനുവേറ്റഡ് എന്നാണ്. അവനൊന്ന് അറ്റനുവേറ്റ് ചെയ്യും അല്ലെങ്കിൽ വീക്കൻ ചെയ്യും. അവന്റെ പവറൊക്കെ കുറച്ച് അവന്റെ കൊമ്പൊക്കെ ഒടിച്ച് കൊടുക്കുകയാണ്. സോ നമ്മൾ 2 രീതിയിൽ കൊടുക്കും, കിൽഡ് കൊടുക്കും, അറ്റനുവേറ്റഡ് കൊടുക്കും. അപ്പൊ കിൽഡ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിൽഡ് വൈറസ് ആണെങ്കിൽ നമ്മൾ ഏതെല്ലാം ആണ് കൊടുക്കുക? ഇൻഫ്ലുവൻസ കിൽഡ് കിട്ടും, ദെൻ പോളിയോ മൈലൈറ്റിസ് കിൽഡ് കിട്ടും, റാബീസിൽ നമുക്ക് കിൽഡ് കിട്ടും, മീസിൽസിലും നമുക്ക് കിൽഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ പിന്നെ വൈറസ് റിക്കറ്റ്സ് ആണെങ്കിലോ, റിക്കറ്റ്സിൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി, അത് ടൈഫസ് ആണ്. ബാക്ടീരിയയുടെ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ കിൽഡ് ആണെങ്കിൽ കോളറ ഈസ് കിൽഡ് ആണ്, പെർട്ടൂസിസ് കിൽഡ് ആണ്, പ്ലേഗ് ഇതെല്ലാം കിൽഡ് ആണ്. ഓക്കെ, ഇനി ഉദാഹരണം നമുക്ക് അറ്റനുവേറ്റഡ് എക്സാമ്പിൾ ആണെങ്കിൽ വൈറസിൽ ഇവിടെ നേരത്തെ പറഞ്ഞ മീസിൽസ് നമുക്ക് ഓക്കെ ആണ്, ദെൻ പോളിയോ നമുക്ക് സെയിം ഓക്കെ ആണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് കിൽഡ് ഉണ്ട്. സോ കിൽഡ് ഉണ്ട്, അറ്റനുവേറ്റഡ് ഉണ്ട്, രണ്ടും ഉള്ളതാണ് ഈ മീസിൽസും പോളിയോ മൈലൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ അല്ലാത്ത വേണമെങ്കിൽ സ്മോൾ പോക്സ് അറ്റനുവേറ്റഡ് ആണ്, യെല്ലോ ഫീവർ അറ്റനുവേറ്റഡ് ആണ്, വേറെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ബാക്ടീരിയയുടെ നമ്മുടെ ഏറ്റവും ഫേമസ് എക്സാമ്പിൾ നമുക്ക് ഇവിടെ റിക്കറ്റ്സ് എന്ന് പറയുന്നില്ല, ബാക്ടീരിയയുടെ നമ്മൾ പറയുന്ന ഏറ്റവും ഫേമസ് എക്സാമ്പിൾ നമ്മളെല്ലാവരും ജനിച്ച് ആദ്യം കുത്തുന്ന ഇഞ്ചക്ഷൻ ഇതാണ്, BCG ആണ്, ബാസിലസ് കാൽമെറ്റിഗോരെയാണ് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. സോ ഇത് ഒരു അറ്റനുവേറ്റഡ് ആണ്. സോ ആക്റ്റീവ് നമ്മൾ 2 രീതിയിൽ പറഞ്ഞു, ഒന്ന് നാച്ചുറൽ ആണ്, ഒന്ന് ആർട്ടിഫിഷ്യൽ ആണ്. രണ്ടായാലും ഒറിജിനൽ രോഗം വന്ന് കിട്ടിയാലും ആർട്ടിഫിഷ്യലിൽ നമ്മൾ ടോക്സോയിഡോ അല്ലെങ്കിൽ കിൽഡോ അറ്റനുവേറ്റഡ് ആയാലും ശരീരത്തിനകത്ത് ആന്റിജൻ എന്ന് പറയുന്ന സംഭവം എത്തണം. ഈ ആന്റിജൻ ശരീരത്തിൽ വന്നം, ആന്റിജൻ നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കണം. ശരീരം അതിനെതിരെ ഉത്തേജിച്ചിട്ട് പ്രതിരോധം സ്വയം ഉണ്ടാക്കണം. സോ സ്വയം നേടിയെടുക്കുന്നു, ശരീരം സ്വയം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്നതാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്. അത് വാക്സിൻ വഴിയായാലും ശരീരം ഉണ്ടാക്കിയെടുക്കണം പ്രതിരോധം. അപ്പൊ നമുക്കിനി പ്രതിരോധം ഫ്രീ ആയിട്ട് കിട്ടിയാലോ? ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. സോ പാസീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുക, പാസീവ് അതിനെപ്പറ്റി പറയുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക, വി ആർ ഗെറ്റിംഗ് ഫ്രീ ആയിട്ട് ആന്റിബോഡി നമുക്ക് കിട്ടുകയാണ്, ടോട്ടലി ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ശരീരം അധ്വാനിക്കണ്ട, ആന്റിജനുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടണ്ട. സോ ഇത് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടാം. നാച്ചുറൽ ആയിട്ട് കിട്ടുന്നത് നാച്ചുറൽ പാസീവ്
ഇമ്മ്യൂണിറ്റിയാണ്. സോ ഇത് അമ്മയിൽ നിന്ന് ഇപ്പൊ മദർ ടു ചൈൽഡ് കിട്ടുന്നതാണ്. മദർ ടു ചൈൽഡ് പാസീവായിട്ട് കിട്ടും. സോ ഇത് നാച്ചുറലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. സോ ഇപ്പൊ ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ആണെങ്കിലോ IgG ആണെങ്കിൽ അത് പ്ലാസെന്റയിലൂടെ കടക്കും. പ്ലാസെന്റയിലൂടെ കടന്ന് കുട്ടിയിലേക്ക് എത്താം. IgA ടൈപ്പ് ആണെങ്കിലോ IgA ടൈപ്പ് ആണെങ്കിൽ അത് മുലപ്പാലിലൂടെ ബ്രസ്റ്റ് മിൽക്കിലൂടെ കിട്ടുന്ന. സോ അതുകൊണ്ടാണ് അമ്മയുടെ കൊളസ്ട്രോൾ ഫസ്റ്റ് മിൽക്ക് വെരി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. സോ അതിന്റെ ഗുണം ഒരു 6 മാസം വരെയൊക്കെ നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് ചിക്കൻ പോക്സ് അല്ലെങ്കിൽ മീസിൽസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഡിഫീരിയ ഇങ്ങനെയൊക്കെയുള്ള അസുഖം ഒരു 6 മാസം വരെയൊക്കെ കുട്ടി ഡെവലപ്പ് ചെയ്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് വരെ കുട്ടിക്ക് കൊളസ്ട്രോൾ വഴി കിട്ടും. സോ ദാറ്റ്സ് വൈ ദിസ് നാച്ചുറൽ ഈസ് ഇമ്പോർട്ടന്റ്. ഇനി സിറ്റുവേഷൻ വ്യത്യസ്തമാണ്. ഇതൊന്നും അല്ലാതെ വലിയ ആൾക്കാർക്കോ കുട്ടികളിലോ മറ്റ് അസുഖങ്ങളിൽ നിന്ന് ഒരു എമർജൻസി പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. എമർജൻസി പ്രൊട്ടക്ഷന് അപ്പോഴാണ് നമ്മൾ കൊടുക്കുക ആർട്ടിഫിഷ്യലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി നമ്മൾ അപ്പോഴാണ് ഉപയോഗിക്കുക. സോ ഇവിടെ മറ്റൊരാൾക്കാരെ കൊണ്ട് മിക്കവാറും മൃഗങ്ങളായിരിക്കും. മൃഗങ്ങളിൽ ഇപ്പോൾ കുതിരയിലൊക്കെ ആയിരിക്കും. നമ്മൾ ഒരു ആന്റിജൻ കുത്തിവെക്കുന്നു, അവ ഒരു ആന്റിബോഡി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു. ആ ആന്റിബോഡി നമ്മൾ എടുക്കുക, അതെടുത്തിട്ട് നമ്മളിലേക്ക് കുത്തിവെച്ചിട്ട് നമ്മൾ അത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അതാണ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുക. സോ ഇവിടെ നമ്മുടെ ശരീരത്തിനകത്ത് ഹോസ്റ്റിൽ ആരില്ല, ഹോസ്റ്റിൽ ആന്റിജൻ ഇല്ല, പക്ഷെ നമുക്ക് ആന്റിബോഡി കിട്ടും. സോ ശരീരം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് ഷോർട്ട് ആക്ഷൻ മാത്രമേ ഉള്ളൂ. മാത്രമല്ല മെമ്മറി ഉണ്ടോ ഇല്ല, ശരീരം ബുദ്ധിമുട്ടി ഉണ്ടാക്കാത്തതുകൊണ്ട് നോ മെമ്മറി. അടുത്ത പ്രാവശ്യം ഈ അസുഖം വരികയാണെങ്കിൽ വീണ്ടും ആന്റിബോഡി നമ്മൾ വേറെ കുത്തിവെക്കേണ്ടി വരും. സോ നമ്മൾ കൊടുക്കുന്നത് മിക്കവാറും രോഗം തടയാനായിട്ടാണ്. സോ മിക്കവാറും ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൊഫൈലാക്റ്റിക് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് പട്ടിയടിച്ചു, പേവിഷബാധ ഉണ്ടാകാം എന്ന് നമ്മൾ പേടിച്ചു. സോ ശരീരം ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് വരെ നമുക്ക് പട്ടിയടിച്ച് അതിന്റെ റാബീസിനെതിരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കാത്തു വെക്കാൻ പറ്റില്ല. സോ അപ്പോൾ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഇൻഫെക്ഷൻസ് ഒക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആന്റിബോഡി എടുത്തങ്ങ് കുത്തും. സോ ഇതാണ് നമ്മളപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കുക. സോ ദാറ്റ് ടൈം ആർട്ടിഫിഷ്യലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് നമ്മളെ രക്ഷയ്ക്ക് എത്തുക. സോ അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഈ സംഭവങ്ങളെ ആന്റിബോഡിയെ നമ്മൾ വിളിക്കുക, പ്രധാനപ്പെട്ട പേര് സിറ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആന്റി സിറ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവയെ ഇമ്മ്യൂൺ സിറ എന്നാണ് വിളിക്കുക. സോ ഇത് വാക്സിൻ അല്ല, ഇത് സിറയാണ്, അല്ലെങ്കിൽ ആന്റി സിറ, ഇമ്മ്യൂൺ സിറ എന്നൊക്കെ പേരില്ല. സോ ഇത് ടോക്സോയിഡ്സിനെതിരായിട്ടും കൊടുക്കാം, മൈക്രോ ഓർഗാനിസത്തിനെതിരെയും കൊടുക്കാം. നേരത്തെ നമ്മൾ കണ്ടു ടോക്സോയിഡ്, ടെറ്റനസ് ടോക്സോയിഡ് നമ്മൾ കണ്ടു. അത് ടോക്സോയിഡ് വാക്സിൻ ആണ്, TT വാക്സിൻ ആണ്. അപ്പൊ ഇത് നമുക്ക് വരും എന്ന് പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ടെറ്റനസ് ആന്റിടോക്സിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇവിടെ ആർട്ടിഫിഷ്യലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ ആന്റിടോക്സിൻ ആണെങ്കിൽ നാച്ചുറലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിലാണെങ്കിൽ നമ്മൾ ടെറ്റനസ് ടോക്സോയിഡ് ആയിരിക്കും കൊടുക്കുക, വരാതിരിക്കാൻ വീണ്ടും. ഓക്കെ, ദെൻ ഡിപ്തീരിയയുടെ ഉണ്ട്, ഡിപ്തീരിയ ആന്റിടോക്സിൻ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ബോട്ടുലിനിയം ആന്റിടോക്സിൻസ് നമുക്ക് അവൈലബിൾ ആണ്. റാബീസിനെതിരെ റാബീസിന്റെ ആന്റി സിറം ആണുള്ളത്, ആന്റി സിറ ഓഫ് റാബീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇനി വേറൊരു വാക്കുകൂടി ഉണ്ട്, അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ്. ഹേർഡ് ഇമ്മ്യൂണിറ്റി ഒക്കെ നമ്മൾ കോവിഡ് കാലത്തൊക്കെ കേട്ടിട്ടുണ്ടാവും മിക്കവാറും. സോ ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിലെ ഭൂരിഭാഗം ആൾക്കാർക്കും ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ, ഒരു 80% ആൾക്കാർക്കും രോഗം വന്ന് അല്ലെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് രോഗാണുവിന് അടുക്കാൻ പറ്റില്ല. കാരണം രോഗാണു ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകരണം, അടുത്തായിരുന്നു ഇങ്ങനെ പകർന്നു പോകണം. സോ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് ബ്ലോക്കായി, ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതും ബ്ലോക്കാണ്. സോ അത് പടരാൻ പറ്റാതെ വരുന്ന കാണുന്ന ഈ അവസ്ഥ. അപ്പോൾ എന്താ ഗുണം? ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരാൾക്കാരിലും ഈ രോഗം എത്താനുള്ള ചാൻസ് കുറവാണ്. സോ അവരിലും രക്ഷപ്പെടും. സോ അപ്പോൾ എല്ലാവരും രക്ഷപ്പെടുന്ന അവസ്ഥയാണ്. സോ ഇതിനെയാണ് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയാം. അപ്പോൾ എക്സാം പർപ്പസിന് കമ്പയർ ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, രണ്ടും ആന്റിജനോട് നേരിട്ട് തന്നെ പടപൊരുതി ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ ഹോസ്റ്റിനകത്ത് ഇൻ ആക്റ്റീവ് നമ്മൾ പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ബൈ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ഹോസ്റ്റ്. സോ പ്രൊഡ്യൂസ്ഡ് ബൈ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ഹോസ്റ്റ് ആണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇതോ പ്രൊഡ്യൂസ് ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ഹോസ്റ്റ് അല്ല, ഹോസ്റ്റ് ഉണ്ടാക്കുന്നതല്ല. അതാണ് വ്യത്യാസം. വേറെ ആരെങ്കിലും ഉണ്ടാക്കി കുത്തിവെച്ച് കിട്ടിയ ഇപ്പോൾ കുതിരയായിരിക്കും ഉണ്ടാക്കുക, അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ആന്റിബോഡിയാണ് നമുക്ക്, വി ആർ ഗെറ്റിംഗ് ഫ്രീ ആന്റിബോഡി. രണ്ടാമത്തത് ഇൻഡ്യൂസ് ബൈ പ്രസൻസ് ഓഫ് ആന്റിജൻ, അല്ലെ ആന്റിജന്റെ പ്രസൻസ് ആണ് നമുക്ക് ഈ ആന്റിബോഡി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. സോ ഒറിജിനൽ ഡിസീസ് ആകാം, അല്ലെങ്കിൽ ടോക്സോയിഡ് ആകാം. സോ ഡിസീസ് ഇറ്റ് സെൽഫ് ആകാം, അല്ലെങ്കിൽ ടോക്സോയിഡ് ആകാം, അല്ലെങ്കിൽ നമുക്ക് അറ്റനുവേറ്റഡ് ആന്റിജൻ വഴിയായിരിക്കും, അല്ലെങ്കിൽ കിൽഡ് ആന്റിജൻ വഴിയായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ട്രാൻസ്ഫേർഡ് ആണ്. എന്താണ് കിട്ടുന്നത്? നമുക്ക് അതിനുള്ള ആന്റിബോഡി ട്രാൻസ്ഫേർഡ് ആണ്. മൂന്നാമത്തത് സെയിം പോയിന്റ് തന്നെയാണ്. ആക്റ്റീവിൽ ഇൻഡ്യൂസ്ഡ് ബൈ വാക്സിനേഷൻ എന്ന് നമുക്ക് എഴുതാം. ഇതിലോ ഇൻഡ്യൂസും ചെയ്യുന്നില്ല, പാസീവ്ലി ഒബ്റ്റെയിൻഡ് ആന്റിബോഡി ആണ് എന്ന് നമുക്ക് എഴുതാം. പാസീവ്ലി ഒബ്റ്റെയിൻഡ് ആന്റിബോഡി. നാലാമത്തെ ഇതിനകത്ത്
സമയമെടുക്കും അല്ലെ, ആക്റ്റീവിൽ സമയമെടുക്കും, ലോങ് പീരീഡ് കുറച്ച് സമയമെടുക്കും, അല്ലെങ്കിൽ നമുക്കിതിനെ ലോങ് പീരീഡ് എന്നല്ല നമ്മൾ പറയാം, ലാഗ് പീരീഡ് ഉണ്ടെന്ന് പറയാം, ഉണ്ടായി വരാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പൊ ഇതോ പാസീവിൽ നമുക്ക് കുത്തിവെക്കുന്നു, വി ഹാവ് ഇമ്മീഡിയറ്റ് എഫക്ട്. അപ്പൊ തന്നെ ആ കുത്തിവെപ്പ് കിട്ടുന്നതോടുകൂടി നമുക്ക് എഫക്ട് കിട്ടും. ആൻഡ് ഇത് ലോങ് പീരീഡ് എന്നുള്ളിടത്ത് നമുക്ക് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് എഴുതാം. ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എഴുതി കഴിഞ്ഞാൽ ഇതോ ഇതിനകത്ത് ഷോർട്ട് ലാസ്റ്റിംഗ് ആണ്. ഇഞ്ചക്ഷൻ തീർന്നു, ആ രോഗത്തെ അവിടെ വെച്ച് ചിലപ്പോൾ ഇല്ലാതാക്കുന്നു, തീർക്കെ. ഇതിനകത്ത് മെമ്മറി ഉണ്ട് അല്ലെ, ശരീരത്തിന് അടുത്ത വീണ്ടും അയാൾ വന്നു കഴിഞ്ഞാൽ മെമ്മറി ഉണ്ട്. പക്ഷെ ഇവിടെ മെമ്മറി ഉണ്ടോ? നോ മെമ്മറി ഇല്ല. ഓക്കെ, അത് നമുക്ക് എഴുതാം. അപ്പോൾ സസെപ്റ്റബിൾ ടു വീണ്ടും ഈ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലല്ല, വന്നാൽ വീണ്ടും നമുക്ക് ആന്റിബോഡി കുത്തിവെക്കേണ്ടി വരും. സബ്സിക്വന്റ് ഇൻഫെക്ഷൻസ് ആണ് അതിന് പറയാ. സോ സബ്സിക്വന്റ് ഇൻഫെക്ഷനെതിരെ നമുക്ക് നോ പ്രതിരോധം. ഇവിടെ നമ്മൾ സബ്സിക്വന്റ് ഇൻഫെക്ഷനെതിരെ പ്രതിരോധമുണ്ട്. ആൻഡ് ഒമ്പതാമത്തെ പോയിന്റ് നമുക്ക് പറയാനുള്ളത്, ഇവിടെ നമുക്ക് ആദ്യം ഒരു കുത്തിവെപ്പ് കൊടുത്തു, വീണ്ടും നമ്മൾ അടുത്ത കുത്തിവെപ്പ് 2 മാസം കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ എൻഹാൻസ് ദിസ്. ഇമ്മ്യൂണിറ്റി ക്യാൻ ബി എൻഹാൻസ്ഡ് ബൈ ബൂസ്റ്റർ കൊടുക്കാം. ഇവിടെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഡോസ് കൂടുതൽ കൊടുക്കണം എന്ന് മാത്രം. സോ ബൂസ്റ്റിംഗ് ഒന്നുമില്ല, ഓൺലി ടെമ്പററി എഫക്ട് മാത്രം കൊടുക്കുന്ന അനുസരിച്ച് അതിന്റെ എഫക്ട്. ഇനി ഇതിനകത്ത് ഇൻഹെറിറ്റഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഹെറിറ്റഡ് അല്ല. അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ഇത് കിട്ടുന്നില്ല, ഫുൾ ആയിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. ഇവിടെയും പക്ഷെ കിട്ടുന്നില്ല. പക്ഷെ ബ്ലഡ് അപ്പൊ തന്നെ എടുത്ത് വേറെ ആൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോഴെങ്കിലും കിട്ടിയേക്കാം, എങ്കിലും ഇറ്റ്സ് നോട്ട് റെഗുലർ ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. സോ രണ്ടിലും ഇൻഹെറിറ്റഡ് ഇല്ല എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ലാസ്റ്റ് നമുക്ക് എഴുതാനുള്ളത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇവിടെ ആന്റിജൻ ആണ് കൊടുക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്. വി ആർ ഗിവിംഗ് ആന്റിജൻ. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ആന്റിബോഡി ആണ് നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ നോ ആന്റിജനിക് ആക്ഷൻ ഇല്ല, നോ ഇമ്മ്യൂൺ സെൽസ് ആക്ഷനോ ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ, ഇവിടെ ആന്റിജൻ കൊടുക്കുന്നു. സോ ഇമ്മ്യൂൺ സെൽസ് എല്ലാം ആക്ടിവേറ്റഡ് ആകുന്നു, അതിൽ നിന്ന് ആന്റിബോഡി ഉണ്ടാക്കിയെടുക്കും. സോ ഇതാണ് അറ്റ് ദ നട്ട്ഷെൽ നമുക്ക് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഇമ്മ്യൂണിറ്റിയുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഹ്യൂമറൽ സെൽ മീഡിയേറ്റഡ് അങ്ങനെയൊക്കെയുള്ള അക്യൂട്ട് ഇമ്മ്യൂണിറ്റിയുടെ പ്രോസസ്സുകളാണ് നമുക്ക് പറയാനുള്ളത്. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.